ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു ഒരു സ്മോൾ ട്രിപ്പ് പോവുകയാണ്. മിലുമോളുമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് പൊന്മുടിയാണ് പോകുന്നത്. സുമതി വള്ളം അവിടെയും പോവും. അതിലേക്കൂടെ കയറി എൻ്റെ ചക്കുവിനെ ഞാൻ സുമതി വളവിൽ തിരിച്ചു വരുന്ന സമയം ഒരു 10-11 മണിയാകുമ്പോൾ അവിടെ ഇറക്കി നിർത്തും. നിന്നെ ഞാൻ അവിടെ ഇറക്കി നിർത്തും. നീ പൊന്മുടി എടുക്കാനുള്ള മെയിൻ കാരണം എന്നെ ആ സുമതി വളവിൽ കൊണ്ടുപോകാനായിരിക്കും. ഞങ്ങൾ ആ മൂവി കണ്ടപ്പോഴേ ചക്കു പറഞ്ഞു അതുവഴി പോവാം. നമ്മളെ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ വട്ടം അതുവഴി പോയിട്ടുണ്ട്. അറിയാം, അതുകൊണ്ടാണ് പ്രശ്നം. അല്ലേ പ്രശ്നമില്ല, എനിക്ക് പേടിയില്ല. പേടിയില്ല. ശരി, നമുക്ക് കാണാം. രാത്രി ഞാൻ പോയി ആ വീഡിയോ നിങ്ങളെ കാണിക്കും. 11 മണി കഴിഞ്ഞ് എന്റെ ചക്കു ഒറ്റയ്ക്ക് ആ വഴിയിൽ നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചിരിക്കും. ഞാൻ താമസിപ്പിക്കും. ഞാൻ 11 മണി ഒരു 10 മണി കഴിഞ്ഞ് എന്തായാലും ആ ഒരു ഏരിയ 1 മണിയായി, ഉച്ചയ്ക്ക് 1 മണിയായി. പെട്ടെന്ന് റെഡി ആയിക്കോ. പെട്ടെന്ന് ഇറങ്ങിക്കോ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്മുടി കയറത്തില്ല, അമര് കയറത്തില്ല. അതുകൊണ്ട് നമുക്ക് 6 മണിക്ക് മുന്നേ അവിടെ എത്തി. കയറി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇറക്കി വിടില്ല എന്നല്ല, അതിന് ടൈമുണ്ട്. അവിടെ ചെക്കിങ് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ 6 മണി വരെ കയറ്റി വിടത്തോളൂ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഇറങ്ങിക്കോ. മതി ഒരുങ്ങിയത്, പെട്ടെന്ന് ഇറങ്ങാൻ പറയാൻ വേണ്ടി. എന്തുവാ ഇത്? എന്റെ മുടി ഇരിക്കുന്നുണ്ടാ? നോക്ക്, റെഡിയാക്കാം. അപ്പോ ഗൈസ് ഓക്കെ, നമുക്ക് മോളെ എടുക്കാൻ പോവാം. മോളെ എന്താ ചെയ്യുന്നു നോക്കിയാലോ? വാ 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 വാ. എന്തിയാ എന്റെ മോൾ? എവിടെ എന്റെ മോൾ? എവിടെ? അയ്യോ, തുണിയും മണിയും ഇല്ലാതെ കിടക്കുന്നു. ഇത് കാണിക്കത്തില്ല കേട്ടോ. തുണിയും മണിയും ഇല്ലാതെ കിടക്കുക. തുണിയും മണി ഇട്ട എന്റെ മോക്ക്, എന്റെ മോളെ കാണിക്കാനാ. ആക്ട് ചെയ്യണേ മക്കളെ, ആക്ട് ചെയ്യണേ. വ്ലോഗ്. എവിടെ പോവാ? പൊന്മുടി പോവാണോ? ആണോ? പോവാം, നമുക്ക് പോവാം. ഓക്കെ ഓക്കെ, എടുത്തെടുത്ത്. അപ്പൊ അതാണ്. പിന്നെ ഇവിടെ രണ്ടാൾക്കാർ നിൽപ്പുണ്ട്. കൊള്ളാത്ത 2 ആൾക്കാർ. ഇതാണ് നമ്മളുടെ അശ്വതി അനിൽ. ചിരിക്കുന്ന. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ് എന്ന് പറ. അയ്യേ, ഇത് ഇടും. ഇതാണ്ട് ഹായ് ഗായ്സ് എന്ന് പറയാമോ? ഹായ് ഗായ്സ് എന്ന് പറ. ഹലോ ഗായ്സ് എന്ന് പറ. ഹലോ ഗായ്സ്. അയ്യേ, ശരി, ഓക്കെ. നെക്സ്റ്റ് ആള് മൈ ബ്രദർ. വർക്ക് ചെയ്യുന്നു ഇവിടെ, എന്തൊക്കെയോ വർക്ക് ചെയ്യാണ്. അതും പ്രശ്നമില്ല. മുടി മുഖമൊക്കെയാണ് വേണ്ടത്. എന്നാലും ഇതൊക്കെ ആൾക്കാർ കാണും. എന്താ ചെയ്യാ നോക്കട്ടെ. അയ്യേ, അടി 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 അടിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാറിൽ പോകുന്ന വീഡിയോസ് എടുക്കാം. മതി ഇറങ്ങിക്കോ. സന്തോഷം. ടാറ്റ പോവാന് അവൾക്ക് ഇഷ്ടമാണ്. ടാറ്റ പോവാന് സുമതിയെ കണ്ടിട്ട് വരും ഞങ്ങൾ. സുമതി ആന്റിക്ക് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി വരും. ടൈം അത്ര ഇഷ്ടമല്ല എനിക്ക്. അയ്യോ, ചൂടെടുക്കുന്നേ. മോളെ എടുക്കാം. ശീലിച്ചേ. മോളിപ്പോ എങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇതിട്ട് കുലിക്കുന്നു. ടാറ്റാ.
കൊണ്ടുവരൂ. ബൈ പൊക്കോ ടാറ്റാ. കുഞ്ഞു പോനി നാടൻകടലിൽ പിടപിടക്കണ ഞണ്ട്. എന്റെ ചുണ്ടിൽ ടാറ്റ പോയിട്ട് വരാം. കൊച്ചാ കുഞ്ഞു ടാറ്റ വരാം. കൊച്ചിക്ക് കുഞ്ഞിക്ക് ടാറ്റ പറയണ്ട. അച്ഛമ്മന്റെ ബാക്കിലാക്കി ടാറ്റ എല്ലാവർക്കും ടാറ്റ എല്ലാവർക്കും ടാറ്റ ബാക്കിലാക്കി. ഞങ്ങളെ സുമതിയെ കണ്ടിട്ട് വരാം. ടാറ്റ. ഒരാളിവിടെ സെക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നു. എന്റെ മോള് എത്ര കിലോമീറ്റർ ഉണ്ട് ചുക്കു? ഇവിടെ ഒരാള് യാത്ര എൻജോയ് ചെയ്യുന്ന കാണിച്ചാണ്. ഇവിടെ ഒരാള് കാഴ്ചയൊക്കെ കണ്ടിരിക്കുക കേട്ടോ. കുഴിമന്തി കഴിക്കാൻ പോയാലാ? നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോകാം. നോക്കാം. നിൽക്കി ഞാൻ പറയാം. വണ്ടി ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, നല്ല കോളുണ്ട്. മഴക്കോൾ. ഉറങ്ങി. മന്തി കഴിക്കുന്നവരെ എണീക്കല്ലേ മക്കളെ? കുഴിമന്തി കഴിക്കാൻ പോയാലേ? അപ്പം നമ്മൾ കുഴിമന്തി കഴിക്കാനായിട്ട് ഈ ഭക്ഷണത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിപ്പം നമ്മൾ പള്ളിക്കലുള്ളൊരു ഹോട്ടലാണ്. നോക്കാം, ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാമോ? ഓക്കെ, കുഴപ്പമില്ല. അതെ, ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 75 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന് തന്നെ. എന്തായാലും 2 hours എടുക്കും. മഴ പെയ്യുന്നു. ഇവിടെ ആക്കുന്നുണ്ട് മഴ. ഓക്കെ, നോക്കാം. ഞങ്ങൾക്ക് കഴിക്കാനുള്ള മന്തി എനിക്ക് കഴിക്കാനുള്ള അൽഫാം. അപ്പോഴേക്ക് ഓണമെന്ന്. ഇനി എന്താവോ എന്തോ. കരഞ്ഞു കഴിഞ്ഞാൽ പണി പാടും. പാലും വെച്ചിട്ടുണ്ട്. മൂളുന്നുണ്ട് കേട്ടോ. എൻ്റെ മന്തി ഇതായിരിക്കും. കറക്റ്റ് സമയത്ത് ചക്കു ഒരു വായിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ എണീറ്റ്. എന്താ ടൈമിങ്! ഞാൻ കഴിക്കാണ്. പെട്ടെന്ന് കഴിച്ചിട്ടായിരിക്കും മോളെ എടുക്കണം. ഓക്കെ, മോള് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഉറങ്ങി. ചക്കുവിന് വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയേക്കോ. ഭയങ്കര ക്ഷീണം. ഞങ്ങൾ മന്തി കഴിക്കാൻ സമ്മതിക്കാതെ കിടന്ന് ഉറങ്ങുന്ന നോക്കി. ഇനി ഒരു 1.5 മണിക്കൂറും കൂടെ യാത്രയുണ്ട്. 5 മണി കഴിയും. പെട്ടെന്ന് പോകണം. സമയമില്ല. ഹോട്ടലിൽ കുറേ ടൈം പോയി. അപ്പോൾ പോവാം.
നെക്സ്റ്റ് മുഴുവൻ കാടാണല്ലോ ആ രണ്ട് സൈഡൊക്കെ. ഈ സൈഡൊക്കെ നോക്കി മരങ്ങൾ പോകുന്ന വഴിയൊക്കെ സൂപ്പർ. ചക്കു നോക്കി, ആ പോകുന്ന വഴിയൊക്കെ സൂപ്പർ. ഇതൊക്കെ നൈസ്. ശരിക്കും ആ മൂവിയിൽ കാണിക്കുന്നത് ഇങ്ങനത്തെ ലൊക്കേഷൻ തന്നെയാണല്ലോ. ആ ഇതൊക്കെ നൈസ് ചക്കു. നമ്മളപ്പോ തിരിച്ചു പോകുന്ന വഴിയാണോ അത്? രാത്രി പോകുമ്പോൾ നോക്കാം. രാവിലെ പോയി കഴിഞ്ഞിട്ട് രാത്രി എനിക്ക് നമ്മൾ ഊട്ടി പോയി ഓർമ്മ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ. ഇതെന്ത് മരമാണ്? പൈൻ മരം എന്ന് പറയും. പൈൻ തന്നെ? പൈനാണോ? ഓടെ ചക്കു റബ്ബറായിരിക്കും. അറിയാവുന്നവർ പറഞ്ഞു തന്നെ. ഞങ്ങളിവിടെ പല മണ്ടത്തരങ്ങളും പറയും. ഇതൊക്കെയാണ് സുമതി വളമാവേണ്ടത്. എന്തൊരു വളവ്! സുമതി വളവിന് ആക്ച്വലി നല്ല വളവില്ല. ആണോ? ചെറിയൊരു വളവാണ്. പക്ഷെ ആ വളവിൽ വെച്ചിട്ട് സുമതി മരിച്ചോണ്ടല്ലേ സുമതി വളവെന്ന് അതെ, പറയാം. മരിച്ചതല്ല. ആര്? സുമതി മൂവിന്ന് പറയുന്നത് വേറെ സ്റ്റോറിയാണ്. ഞാൻ മറ്റേ യൂട്യൂബിൽ കണ്ടപ്പോൾ അത് വേറെ സ്റ്റോറിയായിരുന്നു. അതായത് സുമതിനെ ആരോ തല വെട്ടി കൊന്നൊക്കെ പറയാം. അങ്ങനെ തന്നെ തീയിലിട്ട് കൊന്നൊക്കെ പറയാം. എന്റെ മോള് ഉറങ്ങുന്ന കാണിച്ച് ഫ്ലാഷ് ഉണരുമോ നല്ലൊക്കെ അച്ഛരാ. നമ്മള് പൊന്മുടി ഇനി ലെഫ്റ്റ് പൊന്മുടി അല്ലേ ചക്കു? ഫോട്ടോ എടുത്തിട്ടില്ല. ഫോട്ടോ എടുത്തോ, ഇറങ്ങിക്കോ. ഗൈസ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി. എന്താ പറയുക, ഈ മണ്ണ് ഇടിച്ചിൽ കാരണം ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ആണ്. പൊന്മുടി ഹിൽ സ്റ്റേഷൻ ക്ലോസ്ഡ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടില്ല. അതാ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടില്ല. എല്ലാ വണ്ടിയും തിരിച്ചു പോവുകയാണ്. വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, റിസ്ക് ആണ്. കാരണം മണ്ണിടിച്ചിലാണല്ലോ അല്ലേ. അപ്പം എന്തായാലും പോകാൻ പറ്റൂല. കുഴപ്പമില്ല, നമ്മൾ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകും. നമ്മൾ തോക്കൂല, നമ്മൾ പോരാടും. ഇത് മീൻമുട്ടി അല്ല, ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം. മീൻമുട്ടി അപ്പുറത്തല്ലേ? മീൻമുട്ടി അപ്പുറത്താണ്. ഇവിടെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാവ്, ചെറിയ ഒരു അരുവി പോലെ കൊള്ളാല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു നേച്ചർ ടച്ചാണ്. ഞങ്ങളെ മോളെ കാണിച്ചു തരാം. ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പാണ്. അവള് ട്രിപ്പ് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഭയങ്കര ഉറക്കം. അങ്ങോട്ട് കയറ്റി വിടത്തില്ലല്ലോ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. പൊന്മുടിയിൽ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇത്ര ഓടി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളൊന്നും വിളിച്ച് ചോദിക്കണ്ടായിരുന്നു. എന്നാലും പിന്നെന്താ വിളിച്ച് ചോദിക്കാൻ പറ്റുമല്ലോ. നമ്മൾ അറിയുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. എന്തായാലും അതെ, ഇവിടെ വരെ വന്നു നമ്മള്. വെൽക്കം ടു പൊന്മുടി വേണമെങ്കിൽ നമുക്ക് പോയിരിക്കാം. വെൽക്കം ടു പൊന്മുടി കാണാൻ വന്നതാണോ? താങ്കളുടെ അഭിപ്രായം പറയുക. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടം വരെ വന്നിട്ട് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് കുളമായോ? കുളമൊന്നും ആയില്ല. മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാമല്ലോ. നമുക്ക് ഇവിടെ അടുത്തും ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്ത് പറ്റി? മഴ കാരണം അടച്ചിട്ടേക്കുന്നില്ലേ? അടച്ചിട്ടേക്കാണ്.
രാവിലെ ഒരു വണ്ടിയും പോയിട്ടില്ലല്ലേ? രാവിലെ വണ്ടി പോയില്ലെന്നോ? പോയില്ല, അതിന്റെ അടച്ചു. ആ 22ാമത്തെ ഏർപ്പിൽ ഓ ഇടിഞ്ഞല്ലേ? അവിടെയാണ് റോഡ് ഇടിഞ്ഞ് മണ്ണ് മരമായിട്ട്. ഓ ഓക്കെ. അങ്ങനെ ഫയർ ബസ്സൊക്കെ പെയ്യല് മുറിച്ച് മാറ്റി ആ പോയി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അതാണ്. ബസ് അടച്ചിട്ട് കാര്യമില്ല. കാണുന്ന നാളെ തന്നെ വന്ന് കാണാം. അതെ അതെ ശരി. അതെ വരുമ്പോ 4 മണിക്ക് മുമ്പ് വരണം കേട്ടോ. 4 മണിക്ക് മുമ്പ് വരണല്ലേ? 8 മണി തൊട്ട് 4 മണി വരെ. 8-4 ഓക്കെ. ഒന്ന് വേണമെങ്കിൽ 4 മണിക്ക് മുമ്പ് വരണം. രാവിലെ വരണാണ് സുഖം. ഉച്ചയ്ക്കൊക്കെ കൊല്ലത്തുനിന്ന് വരുമായിരുന്നു. ഓക്കെ 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 ഏട്ടാ ശരി ഓക്കെ. ആ ഇങ്ങോട്ടിരുന്നോ? അപ്പൊ നമ്മൾ ഈ സമയത്ത് വന്നെങ്കിലും കേട്ടെടുത്തില്ല അതല്ലേ? ഇല്ല 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 ഇല്ല. ഈ ചപ്പ ട്രിപ്പ് കാണിക്കാൻ കൊണ്ടുവന്നപ്പോ അല്ല നല്ല നല്ല സമയങ്ങളിൽ അവൾ ഉറങ്ങും. അവള് ഉറങ്ങും. പൊന്മുടി കാണിക്കാൻ കൊണ്ടുവന്നപ്പോ നല്ല ഉറക്കും. ആ ഇതായിരിക്കും. പോയിട്ടെടുക്കാം. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇവിടെ പോയെങ്കിൽ ഇതിനൊക്കെ സെറ്റാണ്. പിന്നെ നമ്മളൊന്നും വന്നപ്പോഴും ഭയങ്കര കോടയൊന്നും ഇല്ല. നല്ല തണുപ്പുണ്ട്, പക്ഷെ കോടയൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ വരും, തളരത്തില്ല. തളരത്തില്ലേല് തളർന്നല്ലേ. നമുക്കെന്തായാലും സുമതിയെ കണ്ടിട്ട് വരാം. സുമതിയെ കണ്ടിട്ടേ പോത്തുള്ളൂ കേട്ടോ. സുമതി ഞങ്ങൾ എന്തായാലും സുമതിയെ കാണാൻ തീരുമാനിച്ചു. 6 മണിയായി. എല്ലാ സാധനവും എടുത്തല്ലേ? ഫോൺ എടുത്താ? മീൻമുട്ടി വാട്ടർഫോൾസും കൂടെ കണ്ടിട്ട് പോവാം. പൊന്മുടിയപ്പം കണ്ട് രോജിയും വന്നില്ല. ഒരു എന്താ പറയുന്നത്, എന്റെ മോക്ക് പിന്നെ അതൊന്നും അറിയണ്ട. എന്റെ മോള് നല്ല സുഖം ഉറങ്ങാ. പൊന്മുടിയും കണ്ടില്ല, പൊന്മുടിയും കണ്ടില്ല. ഒന്ന് എന്നാലും നമുക്ക് പ്രശ്നമില്ല ഡാഡാ. ഡാഡാ നമ്മൾക്ക് പ്രശ്നമില്ല, ഇനിയും വരും. ഇനി എങ്ങോട്ട്? അപ്പൊ ഇനി എങ്ങോട്ട്? ഇനി എങ്ങോട്ട്? ദാണ്ട ഞാൻ അടിച്ചു തരാം. ഇനി നമ്മൾ പോകുന്നത് ആ പേര് അടിക്കുമ്പോ തന്നെ നോക്കി എന്തോ പ്രശ്നമുള്ള പോലെ. ഇത്ര നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഇപ്പൊ അതാണ്ട ലാഗ്. ആ പേര് അടിച്ചപ്പോ തന്നെ എന്തോ ലാഗ്. അടങ്ങിയിരുന്നേ, നമുക്ക് വേറെ വഴി എങ്ങനെ പോകാം? വേണ്ട, ഈ വഴി തന്നെ എനിക്ക് പോണം. ഇന്നത്തെ ദിവസം നമുക്കത്ര നല്ലതല്ല, സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. റിസ്ക് എടുക്കണ്ട. മതി മതി, അത് മതി. ഗൈസ്, നിങ്ങളെങ്കിലും മഴയില്ലാത്ത സമയത്ത് പൊന്മുടിയിലേക്ക് വരാം. മഴയുള്ള സമയത്ത് വന്നാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ട്രാപ്പ് ആവാം അല്ലേ ചൊക്കു? ഇതൊക്കെ കണ്ടങ്ങ് പോവാം. അപ്പം അതല്ലേ പറ്റും. ഇനി നമ്മൾ എന്നാ ചൊക്കു പൊന്മുടിക്ക് വരാം? ഇനി നമ്മൾ വരുന്നത് എന്തായാലും വരും. ഒരു വിത്തിൻ 1 മന്ത് നമ്മൾ വരും. വിത്തിൻ 1 മന്ത് വന്ന് പൊന്മുടി മോളെ കാണിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ ചൊക്കു? അതെ. നമ്മളടാ ഒരു സൈഡ് അണ്ണന്മാരെന്താ ഇവിടെ നിൽക്കുന്നത്? ഓക്കെ, നമുക്കൊരു ചായ കുടിക്കാം. നല്ല ഹെഡേക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അയ്യോ ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്കൊരു ചായ കുടിക്കാം.
കണ്ടോ ഈശ്വര, ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെന്താണെന്നറിയോ, ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈം ഈവനിങ് ടൈമാണ്, ടീ ടൈം. ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ചായ കുടിക്കുന്നത്. ബട്ട് മോളുണ്ടായതിനു ശേഷം അവൾ എങ്ങനെയാണെന്നറിയില്ല, എല്ലാ ദിവസവും കറക്റ്റ് ഞാൻ ചായ കുടിക്കുന്ന ടൈം ആകുമ്പോൾ അവൾ എണീറ്റിരിക്കും. എത്ര ഡീപ്പ് സ്ലീപ്പിലാണെങ്കിലും അവൾ എണീറ്റിരിക്കും. ഇന്നെന്തായാലും യാത്ര ചെയ്യല്ലേ, ഇത്രയും നേരം നന്നായിട്ട് ഉറങ്ങിയതല്ലേ, നമുക്ക് പെട്ടെന്ന് ഒരു ചായ കുടിക്കാൻ ചക്കുമെന്നും പറഞ്ഞ് ഞാൻ ചായ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ആൾ കിടുങ്ങാൻ തുടങ്ങി. ഞാൻ ആദ്യം ഫീഡ് ചെയ്ത് നോക്കി, പക്ഷെ രക്ഷയില്ല. ചായ കൊണ്ടുവന്നപ്പോഴേക്കും പിന്നെ ഭയങ്കര കരച്ചിലായിട്ടോ. 3 മിനിറ്റ് ഉണ്ട് നമുക്കിനി. അത്ര ഇരുട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര കൂരാക്കോ ഇരുട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ പോവാം. നമുക്കിത് നമ്മൾ വന്ന റൂട്ടല്ല, നമ്മൾ ബൈ റോഡ് കയറി വന്നേ അല്ലേ ചക്കു? ഓക്കെ, ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ആ സ്പോട്ട് വരെ ഒന്ന് പോയി ചക്കു പറഞ്ഞ കണക്ക് ചക്കുനെ ഇറക്കി റോഡിൽ നിർത്തിയിട്ട് തിരിച്ചു വരാം. ചക്കു ഇറങ്ങാന്ന് പറയാം, ചക്കുന് ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ സമയത്ത് ഇറങ്ങാൻ പേടിക്കില്ല കേട്ടോ. പക്ഷെ ഇവിടെ കാടൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഏതാ വളവ് നോക്കട്ടെ. ഇതൊക്കെ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ. അയ്യേ, വണ്ടിയൊക്കെ വരുന്നു. പേടിയാവുന്നു. കാവ് കാണുന്നു. ഇനി അതാണോ കാവ്? അവിടുത്തെ വിളക്കൊക്കെ ഇതൊരു അമ്പലം. അത് ശിവക്ഷേത്രമാണ്. ഇതാണ് സുമതി വളവ്. ഇതാണല്ലേ ഈ കാണുന്ന വളവാണ് സുമതി വളവ്. ഈ വളവ് ഈ വണ്ടി വരുന്നത് ഈ വളവ്. ഇതാണ് സുമതി വളവ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതാണ് സുമതി വളവ്. അതാണ്ട് ഈ വളവ്. ഈ 2 വളവാണ് സുമതി വളവ്. ഈ വളവ്, ഇതും ഈ 2 വളവും ആണ്ട് ഈ വളവ്. സുമതി വളവ്. അതാണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതാണ് സുമതി വളവ്. നമ്മള് വന്ന സമയം കുറച്ചുകൂടെ ഇരുട്ടിയിട്ടാണ് വരേണ്ടത് ആക്ച്വലി. എല്ലാം ക്യാമറ ഉണ്ട്. ക്യാമറ വെച്ചതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. അത്രയും ഇവിടെയൊക്കെ ക്യാമറ ഇരിപ്പുണ്ട്. ആൾക്കാരുടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ അല്ലേ? ഓക്കെ, കഴിഞ്ഞു തിരിച്ചു പോവാം. ഡയപ്പർ മാറ്റുന്നുണ്ടോ? കരഞ്ഞാണ്ടല്ലോ ഡയപ്പർ മാറ്റുന്നു. കരഞ്ഞ് നോക്കി ഡയപ്പർ മാറ്റി ഫ്രഷ് ആക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇപ്പൊ ഓക്കെ, ഇപ്പൊ സന്തോഷമായി. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. മോള് ഉറങ്ങി, ക്ഷീണമായിരുന്നു, ടയർഡായിരുന്നു. ഞാൻ ടയർഡായിട്ടില്ല. പിന്നെന്താ പറയണ്ട. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഞങ്ങൾ ഇനിയും പൊന്മുടി പോവും. മസ്റ്റായിട്ടും പോയി പൊന്മുടി മോളെ കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നെക്സ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് വഴിയെ നമുക്ക് നോക്കാം, ഓരോ വ്ളോഗ്സും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ.